KPCC പ്രസിഡന്റ് VM സുധീരനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ AI ഗ്രൂപ്പുകൾ ധാരണ. കൺസ്യൂമർ ഫെഡ് വിഷയത്തിൽ പ്രശ്നം വഷളാക്കാൻ VM സുധീരൻ ശ്രമിക്കുന്നുവെന്ന് AI ഗ്രൂപ്പുകളുടെ കുറ്റപ്പെടുത്തൽ. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ കോൺഗ്രസിലെ പൊട്ടിത്തെറി കൂടുതൽ കടുക്കുകയാണ്. സുധീരന്റെ നിലപാടുകൾക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ AI ഗ്രൂപ്പുകൾക്കിടയിൽ ധാരണയായി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒപ്പമുള്ളവരെ കൊണ്ട് സുധീരൻ കത്തയപ്പിക്കുകയാണെന്നാണ് ഗ്രൂപ്പുകളുടെ പരാതി. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷവും സർക്കാരിനെതിരെ പരസ്യ പ്രസ്താവനകളുമായി സുധീരൻ അനുകൂലികൾ പ്രശ്നം വഷളാക്കുന്നു. KPCC അധ്യക്ഷന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും ഗ്രൂപ്പുകൾ പരാതിപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം സുധീരനായിരിക്കുമെന്നും AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് TN പ്രതാപൻ, KP അനിൽകുമാർ, സതീശൻ പാച്ചേനി തുടങ്ങിയവരെടുത്ത പരസ്യ നിലപാടുകളാണ് ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചത്. MR സജേഷ്, തിരുവനന്തപുരം. ഒരിക്കലും ഒരുമിക്കുമെന്ന് കരുതാത്ത ഗ്രൂപ്പുകൾ ഒരുമിച്ച് നീങ്ങുന്നുവെന്ന് VM സുധീരൻ. അതിന് നിമിത്തമായതിൽ സന്തോഷമുണ്ടെന്നും VM സുധീരൻ പറഞ്ഞു. ആര് വിചാരിച്ചാലും യോജിപ്പിക്കാൻ യോജിക്കില്ല എന്ന് കരുതിയ ഗ്രൂപ്പുകൾക്ക് യോജിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ചു? പിന്നെ അതിനാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്കുള്ളത്, ഒരു ചെറിയ നിമിത്തമാകാൻ എനിക്കൊരവസരം കിട്ടി എന്നുള്ളത് അതിനേക്കാളും സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാക്കൾ കൈകോർക്കുന്നുവെന്നും ജനം ഇത് കണ്ട് അയ്യേ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് പറയുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഈ നാണക്കേട് VM സുധീരൻ കാണുന്നുണ്ടോ എന്നും VS അച്യുതാനന്ദൻ ചോദിച്ചു. സിസ്റ്റർ അമല കൊലക്കേസ് പ്രതി സതീഷ് ബാബുവിനെ തെളിവെടുപ്പിനായി കോട്ടയത്തെത്തിച്ചു. ADGP K പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ ചോദ്യം ചെയ്തു. പ്രതി കുറ്റം സമ്മതിച്ചതായി ADGP K പത്മകുമാർ അറിയിച്ചു. നാളെ പ്രതിയെ കോൺവെന്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കനത്ത സുരക്ഷയോടെയാണ് പ്രതിയെ നെടുമ്പാശ്ശേരിയിൽ നിന്നും കോട്ടയത്ത് കൊണ്ടുവന്നത്. പെരുമ്പാവൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി കോട്ടയം പോലീസ് ക്ലബ്ബിലെത്തിച്ച പ്രതിയെ ജില്ലാ പോലീസ് മേധാവി സതീഷ് ബിനോയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. വിരലടയാള വിദഗ്ധരും പോലീസ് ക്ലബ്ബിലെത്തി. മഠത്തിൽ നിന്ന് ലഭിച്ച വിരലടയാളവും പ്രതിയുടെ വിരലടയാളവും തമ്മിൽ സാമ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. മറ്റുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്ന മനോവൈകല്യമുള്ള പ്രകൃതക്കാരനാണ് പ്രതിയെന്ന് ADGP K പത്മകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാരണം ഒരു സൈക്കോപാത്തിക് കില്ലറിന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കേസിലുണ്ടായിരുന്നു. അവർ സൈക്കോപാത്ത് എപ്പോഴും ക്രൈം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. ഇനിയുള്ള കേസ് അന്വേഷണം ഇത്തരത്തിലുള്ള വേറെ ഏതെല്ലാം കേസുകളുണ്ട്, അത് ഇനിയുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായി അന്വേഷിക്കും. 60 ദിവസം ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട്, ഡേ ടു ഡേ ടാർഗറ്റ് വെച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകാനും ഈ കേസിന്റെ പ്രോസിക്യൂഷന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ മടങ്ങുന്ന പ്രതി അപസർപ്പകഥയിലെ കഥാപാത്രങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. സുഹൃത്തിന്റെ കൂട്ടിരിപ്പുകാരനായി മഠത്തിന് സമീപത്തെ ആശുപത്രിയിലെത്തിയാണ് ഇയാൾ ആക്രമണം ആസൂത്രണം ചെയ്തത്. പാല, കൂത്താട്ടുകുളം, ഭരണങ്ങാനം, പൈക എന്നീ കന്യാസ്ത്രീ മഠങ്ങളിൽ നടന്ന 5 ആക്രമണങ്ങൾക്ക് പിന്നിലും പങ്കുള്ള പ്രതി സതീഷ് ബാബു വടക്കാഞ്ചേരിയിൽ വെച്ച് ഭാര്യയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 7 മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സതീഷ് ബാബു പ്രതിയായ 2 വധശ്രമ കേസുകൾ പത്തനംതിട്ട ജില്ലയിൽ നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ച് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഇല്ലെന്നും ഏതെങ്കിലും പാർട്ടിയുടെ വാലാകാൻ NSSന് കിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഇന്നത്തെ സംവരണ രീതി നിലനിന്നാൽ ഹിന്ദു ഐക്യം സാധ്യമാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. വെബ്സൈറ്റിൽ ദേശീയ പതാക കത്തിക്കുന്ന ചിത്രവും പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈറ്റ് പുനഃസ്ഥാപിക്കാൻ ശ്രമം ആരംഭിച്ചു. വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവം ഗൗരവമേറിയതെന്നും അന്വേഷണം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kerala.gov.in ആണ് ഹാക്ക് ചെയ്തത്. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും ഇന്ത്യൻ ദേശീയ പതാക കത്തിക്കുന്ന ചിത്രവും ഹാക്ക് ചെയ്ത വെബ്സൈറ്റിന്റെ ഹോം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പാക് സൈബർ അറ്റാക്കർ ടീമാണ് ഹാക്ക് ചെയ്തിരിക്കുന്നതെന്നും സുരക്ഷ മിഥ്യയാണ് എന്നർത്ഥം വരുന്ന സെക്യൂരിറ്റി ഈസ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ എന്ന വാചകവും www.faisal1337.com എന്ന വെബ്സൈറ്റ് വിലാസവും ഹോം പേജിൽ രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം PMGയിൽ കെൽട്രോണിന്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ ഹോസ്റ്റ്
ചെയ്തിരിക്കുന്ന വെബ്സൈറ്റാണ് kerala.gov.in. സീഡിറ്റ് ഡിസൈൻ ചെയ്ത വെബ്സൈറ്റിന്റെ നടത്തിപ്പ് ചുമതല IT മിഷനാണ്. അതേസമയം സെർവർ ഹാക്ക് ചെയ്യപ്പെടാത്തതിനാൽ മറ്റ് സർക്കാർ സൈറ്റുകൾക്കൊന്നും പ്രശ്നമില്ലെന്ന് IT മിഷൻ അറിയിച്ചു. വിവരങ്ങൾ പൂർണ്ണമായും നഷ്ടമായോ എന്നത് വ്യക്തമല്ല. എവിടെ നിന്ന് എപ്പോഴാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും IT മിഷൻ അധികൃതർ വ്യക്തമാക്കി. സംഭവം ഗൗരവതരമാണെന്നും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോട്ടയത്ത് പ്രതികരിച്ചു. ഏതായാലും അത് അന്വേഷിക്കും, വളരെ ഗൗരവമായ കാര്യമാണ്. വളരെ ഗൗരവമായിട്ടുള്ള കാര്യമെടുക്കും. നിലവിൽ വെബ്സൈറ്റ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ വെബ്സൈറ്റ് പൂർവ്വസ്ഥിതിയിലാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് IT മിഷൻ. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള 30ഓളം വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിരുന്നു. അന്നും പാകിസ്ഥാൻ അനുകൂല വാചകങ്ങളാണ് സൈറ്റിന്റെ ഹോം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇതാദ്യമായാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് സൈബർ സെൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ കേരള ഗവൺമെൻറ് വെബ്സൈറ്റിലുള്ളൂ. അത് രഹസ്യ സ്വഭാവമൊന്നുമുള്ളതല്ല. എങ്കിലും അത് ഹാക്ക് ചെയ്തതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചും ആരാണ് ചെയ്തതെന്നതിനെ സംബന്ധിച്ചും വിശദമായ അന്വേഷണത്തിന് വേണ്ടി സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഏതായാലും ആശങ്കയുടെ യാതൊരു ആവശ്യവുമില്ല. പൊതുജനങ്ങൾക്ക് കിട്ടാവുന്ന ഇൻഫർമേഷനാണ് ഈ വെബ്സൈറ്റിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് ആശങ്കയുടെയോ ബുദ്ധിമുട്ടിൻ്റെയോ ഒരു സാഹചര്യം ഉണ്ടാകില്ല. ന്യൂനപക്ഷ അവകാശമെന്നത് അഴിമതി കാണിക്കാനുള്ള അവകാശമല്ലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ. പൊതുവായ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. ന്യൂനപക്ഷ അവകാശം ആരും ചൂഷണം ചെയ്യരുതെന്നും പീപ്പിൾ ടിവിയോട് PJ കുര്യൻ വ്യക്തമാക്കി. മെഡിക്കൽ പ്രവേശനത്തിൽ ന്യൂനപക്ഷ പദവിയുടെ പേര് പറഞ്ഞ് സർക്കാരുമായി മാനേജ്മെന്റുകൾ ധാരണയിലെത്താത്ത സാഹചര്യത്തിലാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ തുറന്നടിച്ചത്. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന കൽപ്പിച്ചു നൽകിയ അധികാരങ്ങളുടെ മറവിൽ അഴിമതി കാണിക്കാൻ പാടില്ല. സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ പാലിക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാവണം. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടല്ല താനിത് പറയുന്നതെന്നും പീപ്പിൾ ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ PJ കുര്യൻ വ്യക്തമാക്കി. ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് അഴിമതി കാണിക്കാനും മെറിറ്റിനെ അട്ടിമറിക്കാനുമുള്ള ഒരു അവകാശമല്ല. അതിനെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിയമത്തിൻ്റെ ചില നൂലാമാലകൾ പിടിച്ചിട്ട് ആ സാമൂഹിക യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ശരിയല്ല. അന്ന് ശ്രീ AK ആൻ്റണിയും അന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒന്നും പറഞ്ഞതല്ല. AK ആൻ്റണി ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം പറഞ്ഞതാണ്, അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറഞ്ഞതല്ല. ന്യൂനപക്ഷ മാനേജ്മെന്റുകളെല്ലാം കുഴപ്പക്കാരാണെന്ന് താൻ കരുതുന്നില്ലെന്നും എന്നാൽ അവരിൽ ഒരു ചെറുഭാഗം കുഴപ്പക്കാരാണെന്നും PJ കുര്യൻ തുറന്നടിച്ചു. 2003 AK ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ മറവിൽ ചൂഷണം നടത്തുന്നവർക്കെതിരെ തുറന്നടിച്ചത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. രാജ്യത്തെ സംവരണ നയം അട്ടിമറിക്കാനുള്ള RSS BJP നീക്കത്തിനെതിരെ CPIM പോളിറ്റ് ബ്യൂറോ രംഗത്ത്. സംവരണ നയം പുനഃക്രമീകരിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന് RSS തലവന്റെ ആവശ്യം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം കുറ്റപ്പെടുത്തി. അമേരിക്കയിൽ നരേന്ദ്രമോദി വികസിത രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും PB ചൂണ്ടിക്കാട്ടി. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഈ വർഷം അവസാനം കൽക്കത്തയിൽ ചേരുന്ന പാർട്ടി പ്ലീന തയ്യാറെടുപ്പുകൾ പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. പ്ലീനത്തിൽ ചർച്ച ചെയ്യേണ്ട രേഖകൾക്ക് അന്തിമ രൂപം നൽകാൻ അടുത്ത മാസം PBയും കേന്ദ്ര കമ്മിറ്റിയും വീണ്ടും ചേരും. നിലവിലെ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും 2 ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ചയായി. സംവരണ നയത്തിൽ മാറ്റം വേണമെന്നും ഇതിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നുമുള്ള RSS തലവന്റെ ആവശ്യം PB അപലപിച്ചു. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് RSSും BJPയും സംവരണത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ മേൽജാതി വോട്ടുകളിൽ ഇതുവഴി RSS ലക്ഷ്യമിടുന്നു. മോദി സർക്കാരിന്റെ നയം വിലക്കയറ്റത്തിനിടയാക്കി. സാമ്പത്തിക തകർച്ചയും രാജ്യം നേരിടുന്നുണ്ട്. അക്കാദമിക് സ്ഥാപനങ്ങളിൽ തൽപരകക്ഷികളെ തിരികെ കയറ്റി ചരിത്രം വളച്ചൊടിക്കാനും NDA സർക്കാർ ശ്രമം നടത്തുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തിന് മോദി വഴങ്ങി. വികസിത രാജ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ശബ്ദിച്ചിരുന്ന ഇന്ത്യൻ നയം അമേരിക്കയ്ക്ക് മുമ്പിൽ മോദി അടിയറവ് വച്ചു. വികസിത രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നയത്തിൽ മോദി വെള്ളം ചേർത്തെന്നും PB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇക്കഴിഞ്ഞ 15-ാം തീയതി ഒരു ദേശീയ ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ സോമനാഥ് ചാറ്റർജി പാർട്ടിയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളും തള്ളിക്കളയുന്നതായും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിലിക്കൺ വാലിയിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്തെത്തി. ഫേസ്ബുക്ക് CEO മാർക്ക് സുക്കർബർഗുമായി കൂടിക്കാഴ്ച നടത്തി.
ഫേസ്ബുക്ക് ആസ്ഥാനത്തെത്തിയ നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. 33 വർഷത്തിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സിലിക്കൺ വാലി സന്ദർശിക്കുന്നത്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റവുമായി മുന്നോട്ടു പോകുമെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയാലും നിലപാട് മാറ്റില്ലെന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരാത്തതുകൊണ്ട് കമ്മീഷന് ഇടപെടാനാകില്ലെന്നും ഹയർ സെക്കൻഡറി ഡയറക്ടർ വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനിരിക്കെയാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നിലപാട് ആവർത്തിക്കുന്നത്. സത്യവാങ്മൂലം സമർപ്പിച്ചാലും സ്ഥലം മാറ്റവുമായി മുന്നോട്ടു പോകുമെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടർ KN സതീഷ് കുമാർ വ്യക്തമാക്കി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരാതെ കമ്മീഷന് സ്ഥലം മാറ്റ ഉത്തരവ് മരവിപ്പിക്കാനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. കഴിഞ്ഞ 20-ന് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനാലാണ് സ്ഥലം മാറ്റ ഉത്തരവ് മരവിപ്പിച്ചതെന്നും ഇതിനായി തങ്ങൾക്ക് മജിസ്റ്റീരിയൽ അധികാരമുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടും സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്ഥലം മാറ്റം മരവിപ്പിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ കേസ് കൊടുക്കുന്നതടക്കം വിപുലമായ അധികാരങ്ങൾ കമ്മീഷന് പ്രയോഗിക്കാനാകും. നേരത്തെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നത് സംബന്ധിച്ച സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. സമാന സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പൊക്കുടൻ അന്തരിച്ചു. കണ്ണൂർ ചെറുകുന്ന് മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ വീടിനടുത്തുള്ള പ്രത്യേക സ്ഥലത്ത് നടക്കും. കണ്ടൽക്കാടുകൾക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച കല്ലേൻ പൊക്കുടൻ കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിൽ എടക്കീർത്തറയിൽ അരിങ്ങലയൻ ഗോവിന്ദൻ ബറോട്ടിയുടെയും കല്ലേൽ വെള്ളച്ചിയുടെയും മകനായി 1937 ജനിച്ചത്. പ്രതികൂല ജീവിത സാഹചര്യങ്ങളാൽ 2ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന പൊക്കുടൻ കൃഷിപ്പണിക്കിറങ്ങി. 18-ാം വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. പാർട്ടി പിളർന്നപ്പോൾ CPIM അനുഭാവിയായിരുന്നു. കൃഷിക്കാർക്കു വേണ്ടി AKG ഡൽഹിയിൽ സംഘടിപ്പിച്ച ജയിൽ നിറക്കൽ സമരത്തിന്റെ ഭാഗമായി നടന്ന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. 15 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു. ഏഴോം കർഷക തൊഴിലാളി സമരവും കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായുള്ള നിരവധി കേസുകളിലും പൊക്കുടൻ പ്രതിയായിരുന്നു. 1968-69 കാലഘട്ടങ്ങളിൽ ഏഴോം കർഷക തൊഴിലാളി സമരം സംഘർഷാവസ്ഥയിൽ കലാശിച്ചപ്പോൾ ജന്മിയുടെ സഹായികളിലൊരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ചേർത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചു. 80കളുടെ അവസാനത്തോടെ പൊക്കുടൻ സജീവ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു. പിന്നീടുള്ള ജീവിതം കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുകയായിരുന്നു. എന്റെ ജീവിതം എന്ന ആത്മകഥയും കണ്ടൽ അറിവുകൾ എന്ന മറ്റൊരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരവും യുനെസ്കോ പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങൾ പൊക്കുടനെ തേടിയെത്തി. ഏറ്റവും അവസാനം കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ആചാര്യ അവാർഡ് ഏറ്റുവാങ്ങുന്ന ചടങ്ങിനാണ് പൊക്കുടൻ പങ്കെടുത്തത്. ഏഴോം പഞ്ചായത്തിൽ 500 ഏക്കർ സ്ഥലത്ത് പൊക്കുടൻ കണ്ടൽ വനങ്ങൾ നട്ടുവളർത്തിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടൽ യാത്ര സംഘടിപ്പിച്ച പരിസ്ഥിതി സ്നേഹിയായിരുന്നു കല്ലേൻ പൊക്കുടൻ. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെറുകുന്ന് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം ഇന്ന് 3:30 ലോകത്തോട് വിട പറഞ്ഞു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര സർക്കാർ ഉറപ്പിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. ശശാങ്ക് മനോഹർ BCCI അധ്യക്ഷനാകും. അരുൺ ജെയ്റ്റ്ലിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ശരത് പവാറും അനുരാഗ് ഠാക്കൂറും ശശാങ്ക് മനോഹറിന് പിന്തുണ നൽകി. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ജഗ്മോഹൻ ഡാൽമിയുടെ പിൻഗാമിയായി ശരത് പവാറിന്റെ അടുത്ത അനുയായിയും മുൻ BCCI പ്രസിഡന്റുമായിരുന്ന ശശാങ്ക് മനോഹറിനെ നിയമിക്കാൻ പവാർ ഠാക്കൂർ വിഭാഗം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം BJPയുടെ പിന്തുണ ഉറപ്പിക്കാൻ ശരത് പവാർ, അനുരാഗ് ഠാക്കൂർ, അജയ് ഷിർക്കെ എന്നിവർ അരുൺ ജെയ്റ്റ്ലിയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു. BCCI സെക്രട്ടറി അനുരാഗ് ഠാക്കൂറും IPL ചെയർമാൻ രാജീവ് ശുക്ലയും ശശാങ്കറിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ 30-ൽ 23 വോട്ടിന്റെ ഭൂരിപക്ഷം ശശാങ്ക് മനോഹറിന് ഉറപ്പായി. സൗരവ് ഗാംഗുലിയുടെ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശാങ്ക് മനോഹറിനെ നാമനിർദ്ദേശം ചെയ്യും. 2008 മുതൽ 2011 വരെ BCCI അധ്യക്ഷ പദവിയിലിരുന്ന ശശാങ്ക് മനോഹറിന്റെ അഴിമതി രഹിത പ്രതിച്ഛായയാണ് ഇരു വിഭാഗങ്ങൾക്കും സ്വീകാര്യനാക്കിയത്. IPL ആരോപണങ്ങളിൽ N ശ്രീനിവാസനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ശശാങ്ക് മനോഹർ BCCIയിലെ ശ്രീനിവാസന്റെ അപ്രമാദിത്വത്തിനും അന്ത്യം കുറിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.